ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. ഇന്ത്യക്കാരെ വിലങ്ങിട്ട് നാട് കടത്തിയതൊക്കെ വിവാദമായ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച നിർണായകമാണ്. ഇരുവരും ഈ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിരൺ ബാബു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. കിരൺ, എന്നും മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായാണ് ട്രംപിനെ പറയാറുള്ളത്. ട്രംപ് തിരിച്ചു മതി, പക്ഷേ രണ്ടാം തവണ അധികാരത്തിലെത്തുമ്പോൾ ഒരു ഫ്രിക്ഷനിൽ ആണ് തുടക്കം തന്നെ ഉള്ളത്. ഇന്ത്യക്കാരെ ആ തരത്തിൽ ഇങ്ങോട്ട് എത്തിച്ചതിന്റെ ധാർമ്മികമായ അതിൽ നിന്നും മാറി നിൽക്കാനൊന്നും ട്രംപിന് കഴിയില്ല. അത് സ്ഥിരം അമേരിക്ക ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് മോദിക്കും അത് മറന്നുകൊണ്ട് ഒരു ഇടപെടൽ സാധ്യമാവുമോ എന്നത് അറിയേണ്ടതാണ്. പക്ഷേ അടുത്ത കുറച്ച് വർഷത്തേക്കുള്ള മുന്നോട്ട് പോക്കിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കൂടിക്കാഴ്ച? ശ്രീജ, ഫ്രാൻസിന്റെ സന്ദർശനം ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കുന്നത്. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടിയാണ് അമേരിക്കയിൽ അദ്ദേഹം എത്തിച്ചേരുക. അമേരിക്കൻ സമയം രാവിലെ ആയിരിക്കും അവിടെ എത്തിച്ചേരുക. അതിനുശേഷം 2 ദിവസമാണ് സന്ദർശനമുള്ളത്. ലോകത്തെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നതിന് ഇന്ത്യക്കും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തെ മറ്റു രാഷ്ട്രങ്ങളും ആ തരത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണിത്. പ്രത്യേകിച്ച് രണ്ടാമത് വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം നടപ്പാക്കുന്ന പല നയങ്ങളോടും ഇന്ത്യയോടക്കം സ്വീകരിച്ച ചില നിലപാടുകളിലൊക്കെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിയോജിപ്പ്, അതൃപ്തി അറിയിച്ചിരുന്നു. കാരണം ഇന്ത്യയിലേക്ക് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാർ 18,000-ഓളം പേർ ഉണ്ടെന്നാണ് അവർ പട്ടിക തയ്യാറാക്കിയത്. അങ്ങനെയുണ്ട് എന്നുള്ളത് ഇന്ത്യ അറിഞ്ഞപ്പോൾ തന്നെ അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവരെ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടല്ല സ്വീകരിച്ചത്. പക്ഷേ അവരുടെ ഒന്നാം ഘട്ടത്തിൽ 205 പേരെയാണ് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത്. ആ 205 പേരെ സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുമ്പോൾ അവർക്ക് കാലിലും കയ്യിലും വിലങ്ങ് അണിയിച്ചാണ് അവരെ ഇന്ത്യയിലേക്ക് അയച്ചത്. അങ്ങനെ ഈ ഒരു വിമാനത്തിൽ കയറ്റിയ ശേഷമെങ്കിലും വിലങ്ങ് അഴിച്ചു മാറ്റാൻ തയ്യാറായില്ല. അവരോട് അന്താരാഷ്ട്ര മര്യാദ അനുസരിച്ച് അവർക്ക് പാലിക്കേണ്ട മാന്യത അനുസരിച്ച് ആ തരത്തിലേക്കുള്ള ഒരു മാന്യത ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയില്ല. ആദ്യഘട്ടത്തിലൊക്കെ ഇന്ത്യ സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ ഒരു എതിർപ്പ് ഉയർത്താതിരുന്നത് മോദിയുടെ ഈ സന്ദർശനം പ്രമാണിച്ചായിരുന്നു. പക്ഷേ പാർലമെന്റിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനിയും വിവിധ ഘട്ടങ്ങളായിട്ട് വേണം ആളുകളെ ഇന്ത്യയിലേക്ക് അയക്കാൻ. 200 പേരെയോ അല്ലെങ്കിൽ 300 പേരെയോ കൂടുതൽ ഒരുമിച്ച് അയക്കാൻ കഴിയില്ല. 18,000 പേരെയൊക്കെ അയക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ കാലമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ അങ്ങനെ എല്ലാവരെയും മടക്കി അയക്കുമെന്ന് ഇന്ത്യയും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ സ്വീകരിക്കും എന്നുള്ള നിലപാട് തന്നെ ഔദ്യോഗികമായി നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് ഇത്രയധികം പേർ മടങ്ങി വന്നാൽ ഉണ്ടാകാവുന്ന പ്രയാസം, അല്ലെങ്കിൽ അവരെല്ലാവരും അമേരിക്കയിൽ മറ്റൊരു രീതിയിൽ ജീവിക്കേണ്ട ആളുകളാണ്, അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളടക്കം നിരവധി വിഷയങ്ങളുണ്ട്. ഇതിനെ പരമാവധി വൈകിപ്പിക്കുക എന്നുള്ള നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കാൻ സാധ്യത. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെ ഇങ്ങനെ കയറ്റി അയക്കുന്നെങ്കിൽ അവരോട് മാന്യമായ പെരുമാറ്റം ഉണ്ടാവണം എന്നുള്ള, ഇന്ത്യൻ പൗരന്മാരോട് അന്തസ്സ് പുലർത്തണം എന്നുള്ള ആവശ്യവും എന്തായാലും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വാണിജ്യ രംഗത്തും ചൈനയുമായിട്ടുള്ള ബന്ധം, ഇത്തരം വിഷയങ്ങളായിരിക്കും പ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുക. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചൈനയുടെ പ്രതികരണങ്ങൾ, ഇന്ത്യ ആ സമയത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ, അത്തരം വിഷയങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച നടക്കുക. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി അമേരിക്കയിലെത്തുന്ന നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും.